ഡോക്ടർ പർപ്പസ്ഫുള്ളി അയാളെ കൊന്നു എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ചില ഡോക്ടർമാരൊക്കെ തകർന്ന് കൊല്ലത്തൊരു ഡോക്ടർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് അൾട്ടിമേറ്റ്ലി നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. അത് അവസാനം അത് ക്ലിയറായിട്ട് അന്വേഷിച്ച് വരുമ്പോൾ അതിൻ്റെ ഒന്നുമില്ല. ഈ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും 100% ഫുൾ പ്രൂഫ് ആയിട്ട് ഉണ്ടാവത്തില്ല. അതിനകത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. കോംപ്ലിക്കേഷൻസ് ഒന്നും എല്ലാം ഡോക്ടർമാർ മനഃപൂർവ്വം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ആൾക്കാർ പറയുന്നത്. അത് അതുപോലെ അവർക്കൊരു സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി ഉണ്ട്. ചില സ്പെസിഫിക് സോഷ്യൽ മീഡിയ ആൾക്കാരൊക്കെ എനിക്കറിയാം. എനിക്കെതിരെയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അതാണ് സാറ് സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നല്ല രീതിയിലുള്ള അടിപിടി ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതെ പലപ്പോഴും അത് അവരുടെ ചിലർക്കൊക്കെ അത് ഒരു സാഡിസ്റ്റ് ചിന്താഗതിയോടുകൂടി ഇതിപ്പോൾ നമ്മളൊരു ന്യൂസ് കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം നടന്നൊരു ന്യൂസ് കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഒരാളെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരേ കാര്യം തന്നെ അത് 100ഉം 50ഉം വീഡിയോകളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം അവർ ആ നെഗറ്റീവ് വാല്യൂവിൻ്റെ ഇത് തീരുന്നവരെ പുള്ളിയുടെ ഇൻകം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെ സർക്കാർ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.